ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതിയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അമേരിക്കയാണ്. ഇറാനെ തൊട്ട് കൈപൊള്ളിയ ഒരവസ്ഥയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. അതുകൊണ്ട് വെല്ലുവിളികളെല്ലാം നടത്തുന്നുണ്ടെങ്കിലും അതിനിടയിലൂടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ളൊരു പരിപാടിയും ട്രംപ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക ശക്തിയെ ക്ഷീണിപ്പിച്ചതിലും ലോകത്ത് സമാധാനം നഷ്ടപ്പെടുത്തിയതിനും അമേരിക്കയിലെ ജനങ്ങൾ തന്നെ ട്രംപിനെ വലിച്ച് പുറത്തിടും എന്നുറപ്പാണ്. അതുകൊണ്ട് ഇറാനുമായി തലയിൽ മുണ്ടിട്ട് പോയി ചർച്ച നടത്തുന്ന അമേരിക്കയുടെ ഒരു പരിപാടിയും ഇതിനിടയിൽ നടക്കുകയാണ്. അതുപ്രകാരം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കുന്നു എന്ന വ്യക്തമായ സൂചനകളുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നത്. ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇറാൻ ഉറപ്പ് നൽകിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എണ്ണ പ്രകൃതിവാതകവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ഒരു സമ്മാനം തനിക്ക് ലഭിച്ചു, അതോടെ യുദ്ധം വിജയിച്ചുവെന്നും ഇറാനുമായി സമാധാന കരാർ ഒപ്പിടാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാനുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. കരാറുണ്ടാക്കാൻ ഇറാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഇറാനിൽ പുതിയൊരു സംഘം നേതാക്കൾ ഉദയം ചെയ്തുവെന്നും അവരാണ് ഈ കരാർ ഉണ്ടാക്കാൻ പോകുന്നതെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരിയായ ആളുകളുമായാണ് താൻ ചർച്ചകൾ നടത്തുന്നത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാൻ ഇതെല്ലാം പൂർണ്ണമായി വിശ്വസിക്കാനോ ഉൾക്കൊള്ളുന്നു എന്നും തോന്നുന്നില്ല. അവർ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയാണ്. ഇതിനൊപ്പം തന്നെ ഇനി കണ്ണിന് പകരം കണ്ണെന്ന രീതിയിലാവില്ല പ്രതികാരമെന്നും മറിച്ച് കണ്ണിനു പകരം തല എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ പ്രതികരിക്കുന്നത്. അതിൽ അമേരിക്ക തളർന്നു പോയേക്കാമെന്നും ഇറാൻ സൈനിക ഉപദേഷ്ടാവ് മൊഹസിൻ റസ താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചിട്ട് കിട്ടിയാൽ മതിയെന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 15 ഇന സമാധാന പദ്ധതിയാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ചിലതിങ്ങനെയാണ്. അതായത് ആണവ പദ്ധതികൾ നിർത്തലാക്കൽ, ഇറാന്റെ കൈവശമുള്ള എല്ലാ ആണവ സാമഗ്രികളും നശിപ്പിക്കുകയും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും വേണം. യുറേനിയം നീക്കം ചെയ്യുക, അതാണ് മറ്റൊന്ന്. നിലവിൽ ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റണം. അതുപോലെ ബാലിസ്റ്റിക് മിസൈൽ നിയന്ത്രണം, ഇറാന്റെ മിസൈൽ പരീക്ഷണങ്ങൾക്കും വികസനത്തിനും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പറയുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ ഉറപ്പാക്കണം. ഈ പ്രദേശം ഒരു സ്വതന്ത്ര മേഖലയായി പ്രഖ്യാപിക്കണം. അതുപോലെ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള സഹായം നിർത്തുക. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങൾ ഇറാൻ അവസാനിപ്പിക്കണം. അതുപോലെ വെടിനിർത്തൽ, ഈ കരാർ ചർച്ചകൾ പൂർത്തിയാക്കാൻ 1 മാസത്തെ വെടിനിർത്തൽ ആദ്യം തന്നെ പ്രഖ്യാപിച്ചേക്കും. ഇതൊക്കെ ഇറാൻ സമ്മതിച്ചാൽ അമേരിക്കയുടെ വാഗ്ദാനങ്ങളായി പറയുന്നത് ഇങ്ങനെയാണ്: ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാനും സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ഇറാനെ സഹായിക്കാനും അമേരിക്ക മുൻകൈയെടുക്കും. അതുപോലെ അമേരിക്കയും ട്രംപും ഇത്രയും വലിയ താല്പര്യമെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഇറാൻ മനസ്സ് കാട്ടിയെന്നും അതിനാൽ ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ മുഖ്യ മധ്യസ്ഥനായി കാണാനാണ് ഇറാൻ താല്പര്യപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും ആര് കീഴടങ്ങുന്നു, ആര് വിജയിക്കുന്നു ഈ യുദ്ധത്തിൽ എന്നുള്ളതിനേക്കാളും ലോക സമാധാനം തന്നെയാണ് പ്രധാനപ്പെട്ടത്.